അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മക്കളെ, സന്തോഷം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മള് ജാ ഹേ ഖോ പഠിച്ചല്ലോ അല്ലേ? ജാ ഹേ ഖോ പഠിച്ചിട്ടില്ല? ജീം എന്തായാലും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ജീമ് ജീമ്, ഇവിടെ പുള്ളി ജീമ് അല്ലേ? ഇവിടെ ഒരു പുള്ളി കൊടുത്താൽ ജീമ്, ഇവിടെ പുള്ളി കൊടുത്താൽ ഖ, പുള്ളിയൊന്നും ഇല്ലാതിരുന്നാൽ ഹ. അതൊന്നും പറഞ്ഞെന്നുള്ളൂ കേട്ടോ, ഓർമ്മാക്കാൻ വേണ്ടിയിട്ട്, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ. അപ്പൊ ഇന്നലെ നമ്മള് ജ, ജു, ജി, ജൻ, ജുൻ, ജിൻ പഠിച്ചല്ലോ അല്ലെ? ഇനി അതിന്റെ നമ്മൾ ഒന്ന് പഠിച്ചാലെല്ലാം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജ, അതിനെ നീട്ടാൻ എന്താ കൊടുക്കേണ്ടത്? ബാ നീട്ടാൻ അലിഫ് കൊടുത്തില്ലേ ബാ, താ നീട്ടാൻ അലിഫ് കൊടുത്തില്ലേ ത, സ നീട്ടാൻ അലിഫ് കൊടുത്തില്ലേ സ. അതുപോലെ തന്നെ ജ അലിഫ് കൊടുക്കണോ? അതിനെ കുറിച്ചുള്ള പാഠം പഠിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പള്ളിയിലൊക്കെ പോവാറില്ലേ? നിങ്ങൾ പള്ളി കണ്ടിട്ടില്ലേ? ഈ വലിയ പള്ളിക്ക്, ജുമുഅക്കുള്ള പള്ളിക്ക് എന്താ പറയാ? ജാമിയ, മസ്ജിദ് അങ്ങനെ പറയും. ജാമിയ, ജാമിയ. നിങ്ങള് പുസ്തകത്തിലെ ഫോട്ടോ നോക്ക്. അല്ലോ, വലിയൊരു പള്ളിയുടെ ഫോട്ടോ കണ്ടോ? ജാമിയ, ജാമിയ. നമുക്ക് നോക്കാം. ജാമിയ, ഞാൻ വായിക്കട്ടോ, നിങ്ങൾ നോക്കേ. ജാമിയ. മീമ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ വെറുതെ വരച്ചിരുന്നു അല്ലേ? ഒന്ന് എഴുതിയിരുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഒരു പുതിയ അക്ഷരം വന്നിട്ട് അതിന്റെ കൂടെ അല്ലേ? ഐന്, ഐന്. നമ്മൾ പിന്നെ പഠിക്കും കേട്ടോ. ജാമിയ. നോക്കാം, എന്താണ് ഒന്നാമത്തെ പാഠം? ഒന്നാമത്തെ വരിയിലൊന്ന് കൈവെക്ക്, എന്നിട്ട് ഞാനിങ്ങനെ വായിച്ചു തരാം. ശ്രദ്ധിച്ചു നോക്കൂട്ടോ, നിങ്ങൾക്ക് അറിയുന്നതാണ് ഇതില്. അ ജ അ, അജ അ, അജ അ. അടുത്തെന്താ? വു ജൂ ബുൻ, വുജൂബുൻ, വുജൂബുൻ. അടുത്തത് ഉ ജീ ബു, ഉജീബു, ഉജീബു. ഇനി അടുത്ത വരി ഉ ജാ ജൻ, ഉജാജൻ, ഉജാജൻ, ഉജാജൻ. അടുത്തത് ഉജാജുൻ, ഉജാജുൻ, ഉജാജുൻ. അടുത്തത് ഉജാജിൻ, ഉജാജിൻ, ഉജാജിൻ. അടുത്തത് എന്താണ്? സജ്ജൻ, സജ്ജൻ, സജ്ജൻ. അടുത്ത സജ്ജുൻ, സജ്ജുൻ, സജ്ജുൻ. അടുത്തത് സജ്ജിൻ, സജ്ജിൻ, സജ്ജിൻ. ജ, ജു, ജി, ജൻ, ജുൻ, ജിൻ. അപ്പൊ ജാമിയ, ജാമിയ. നിങ്ങൾ കണ്ടോ പള്ളിയുടെ ഫോട്ടോ കണ്ടോ? ജാമിയ. ഈ പാഠത്തില് നമ്മള് ജ എന്ന അക്ഷരം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകദേശമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതാണ് അല്ലേ? ജാമിയ, ജാമിയ, ജാമിയ. അതിനൊക്കെ നമ്മൾ പിന്നെ പഠിക്കും കേട്ടോ. അപ്പൊ അജ അ, വുജൂബുൻ, ഉജീബു, ഉജാജൻ, ഉജാജുൻ, ഉജാജിൻ, സജ്ജൻ, സജ്ജുൻ. കണ്ടോ സജ്ജൻ? അവിടെ ഷെദ് കണ്ടോ നിങ്ങള്? നേരത്തെ നമ്മൾ പഠിച്ച ഷെദ്. സജ്ജൻ, സജ്ജുൻ, സജ്ജിൻ. ജ അലിഫ്, ജു വാവ്, ജി യാ. പിന്നെ ജൻ, ജുൻ, ജിൻ അല്ലേ? തെൻവീനുകള്, ഫത്ഹ തെൻവീൻ, ലമ്മ തെൻവീൻ, കസ്ര തെൻവീൻ എല്ലാം ഈ പാഠത്തിലുണ്ട്. മുൻ പാഠങ്ങൾ പഠിച്ചത് കൊണ്ട് ഈ പാഠം നമുക്ക് വളരെ ലളിതമാണ്. ഇത്രേ ഇതിന് പറയേണ്ടതുള്ളൂ. ഇനി നിങ്ങൾ ഇതൊന്ന് ആവർത്തിച്ചു വായിച്ചാൽ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതില് ഈ അവസാനം കണ്ടോ? ജാ, ജു, ജി, ജൻ, ജുൻ, ജിൻ. അത് ഒരു 5 വരി എഴുതണം. ഓക്കെ അല്ലേ? എല്ലാരും എഴുതൂലേ? എല്ലാരും എഴുതൂലേ? ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ജാ എന്ന അക്ഷരം പഠിച്ചോളൂ അല്ലേ? ജാമിയ, ജാമിയ. ഇനി നമുക്ക് ആ ജാമിയന്റെ അതിന്റെ വർക്കിലേക്ക് കടക്കാം. നോക്കാം. എന്താണ് ആദ്യം?
കുറെ പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത്. എന്താണ് നഖറ, വായിക്കാം. ഈ വായിക്കാം എന്ന് പറയുമ്പോഴേ അത് നിങ്ങൾക്ക് സ്വന്തമായി വായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വായിക്കാന്ന് പറഞ്ഞേ. ഞാൻ പറയാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, വായിക്കാൻ കിട്ടുന്നുണ്ടോന്ന്. എന്താ ഒന്നാമത്തേത്? പറ പറ പറ. ജാ. കണ്ടോ? ജാ. അടുത്ത പറഞ്ഞാല് ഉ. അതോ ലമ്മിട്ട ചുണ്ട് കുട്ടിയിലെ ഉ ജീ നീട്ട യാ ഉണ്ട് അല്ലേ? ബു ഉജീബു. അടുത്തത് സ ജാ. ഉണ്ടോ? ജാ ശബ്ദുണ്ട് കേട്ടോ. സജ്ജാ ജിൻ. കസ്റ തൻവീൻ ഉണ്ട് അല്ലേ? ജിൻ. സജ്ജാജിൻ, സജ്ജാജിൻ. അടുത്തെന്താ? തജുൻ. എളുപ്പ അല്ലേ? തജുൻ. അടുത്ത് ജി തു ജി തു ജി തു ജി തു. കിട്ടുന്നില്ലേ? ഇനി 2 വട്ടം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അടുത്തത് നല ജ ജു ജി. അതിനൊക്കെ ഒരു സർക്കിൾ വരക്കാം, ഒരു വൃത്തം വരക്കാം. നോക്ക. എന്താ ഒന്നാമത്തേത്? ഫ ജ. അതിൽ ജാ ജൂ ജി ഏതെങ്കിലും ഉണ്ടോ? ഏതാണുള്ളത്? ജാ. അപ്പൊ അതിനൊരു വൃത്തം വരക്കാം. അടുത്ത് തഫ്ജീറുൻ, തഫ്ജീറുൻ. അതിലെന്താ ഉള്ളത്? ജി. എന്ത്? ആ യായിനെ കൂട്ടിയിട്ടാണോ വൃത്തം വരക്കേണ്ടതെന്നല്ലേ? യായിനൊക്കെ കൂട്ടി ജി വരക്ക. അടുത്ത് നുജൂമുൻ, നുജൂമുൻ. ജൂ. അടുത്ത് മജീദുൻ, മജീദുൻ. ജി. ഇനി അടുത്തത് നുലവിൻ. കളറ് കൊടുക്കാം. നുലവിനു നമുക്ക് കളർ കൊടുക്കാം. എന്താണ്? ജ ജു ജി. ആ 3നും നല്ല വൃത്തിയിൽ കളർ കൊടുക്കണം. അടുത്ത നെർസുമു നമുക്ക് വരക്കാം. കിതാബിലുള്ളതിന്റെ മുകളിലൂടെ ജീമ് ജീമ് ജാ ജൂ ജി. അതിന്റെ മുകളിലൂടെ നമുക്ക് വരക്കാം. അതിന്റെ ബാക്കി നോക്കാം. എന്താണ്? നക്തുബ്. നമുക്ക് എഴുതാം. എന്താണ് ഒന്നാമത്തേത്? നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നത് കൂടിയാണത്. ഏതാണത്? ജാ. താഴേത് മേലോട്ട് 3 എണ്ണം. പിന്നെ ഉജീബു. അടുത്ത് ജി തു ജി തു. അടുത്ത് തജുൻ, തജുൻ, തജുൻ. അടുത്ത് നക്തശിഫു. നമുക്ക് കണ്ടെത്താം. എന്ത്? ജാ ജു ജി മിനൽ ഖുർആനി. ഖുർആനിൽ നിന്ന്. ഖുർആനാണത്. അപ്പൊ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയൂല്ലേ? ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇന്നി ജാഇലുൻ. അതിലെന്താ ഉള്ളത്? ജാ. വൃത്തം വരക്കണ്ട, കണ്ടെത്തിയാൽ മതി. അടുത്തത് ഖുർആനും മജീദ്. അതിലെന്താ ഉള്ളത്? ജി. അടുത്ത് ഇസ്തജാറക. ജാ. അടുത്ത് വുജൂഹുഹും. ജൂ. കണ്ടോ? അതിനൊക്കെ നമുക്ക് കണ്ടെത്താമെന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. നഖറഉ മിനൽ ഖുർആനി. ഖുർആനിൽ നിന്ന് നിങ്ങളോട് ഓതാനാ പറയുന്നത്. കഴിയില്ലേ? നിങ്ങൾക്കൊക്കെ കഴിയും. എന്താണത്? ഉ ജാ ജൻ, ഉജാജൻ, ഉജാജൻ. അടുത്ത് സജ്ജാജൻ, സജ്ജാജൻ, സജ്ജാജൻ. അടുത്ത് ഉജീബു, ഉജീബു. അടുത്ത് അജീബു, അജീബു. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഇതിൻ്റെ വർക്ക് തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഈ നമുക്കിവിടെ എഴുതാനുണ്ട്, എന്നാലും ഈ ജാ ഉജീബു ജിത്തു താജുൻ എന്നിവിടെ എഴുതാൻ പറഞ്ഞല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള ഒന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതൊരു നോട്ട് ബുക്കിൽ ഒരു 5 വരിയിൽ നിങ്ങൾ എഴുതണം. എഴുതി പഠിക്കാനാ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.